कैसी ये जंग है पल पल ये दिल घबराए पल पल ये दिल शर्माए कुछ कहता है और कुछ कर जाए. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീദ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഓണ വെക്കേഷനൊക്കെ ആണ്. അപ്പോൾ നമ്മൾ മണാലി പോയ ടീംസാരെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ഗെറ്റ് ടുഗെദർ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ റിസോർട്ടൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ റിസോർട്ടിലെത്തി. 2 മണിക്കാണ് അവിടെ സ്റ്റാർട്ടിങ്. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും പൂളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളെ ഇതിൻ്റെ ബാക്ക് ഭാഗം റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ നിന്ന് നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഗൈസ്. നല്ല രസമുണ്ട്. ഫുള്ളും ഇവിടെ നമ്മളെ കൊക്കോൻ്റെ മരങ്ങളൊക്കെ ഉള്ളത്. നിങ്ങളെവിടെ? വാവ്, അടിപൊളി അടിപൊളി. അങ്ങനെ ഗൈസ്, നമ്മൾ റിസോർട്ടിലെത്തി. നമ്മളെ റൂം ഇതാണ് കേട്ടോ. നമുക്ക് റൂമിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് പൂളിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ സെറ്റായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അടുത്തെന്താ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ടേബിളും കാര്യമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൽക്കണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനും. ബാൽക്കണി അതേമാതിരി തന്നെ നമ്മളിപ്പോൾ തണുപ്പ് സീസൺ ടൈമിൽ തന്നെ പോയത്. പക്ഷെ നല്ല വെയിലാണെങ്കിലും തന്നെ ഒരു തണുത്ത കാറ്റൊക്കെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പൂളിൽ ഇറങ്ങണോ വേണ്ടേ 2 അഭിപ്രായം. വെയിലല്ലേ, കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ച്. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലം കാണാനുണ്ടെങ്കിൽ അവിടേക്ക് പോകാമെന്ന്. അപ്പോഴാണ് അടുത്തുള്ള ഒരാൾ പറഞ്ഞത് അവിടെ ഒരു അരുവി ഉണ്ടെന്ന്. അപ്പോൾ അരുവിയിലേക്ക് പോയായിരിച്ച് അരുവിയിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അരുവിൻ്റെ ഓപ്പോസിറ്റ് തേയിലത്തോട്ടോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് പോകാൻ കഴിയുമോ അറിയില്ല. ഞങ്ങൾ 3 ആൾക്കാരും ഫസ്റ്റ് തന്നെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ അങ്ങനെ ഗൈസ്, നമ്മളിത് അവിടേക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് അവർ ഇത് കടന്നു പോകണം, ഈ അരുവി കടന്നു പോകണമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. അനിയൻ്റെ സഹായത്തിൽ ഞങ്ങൾ അവിടെ എത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു വെളിച്ചം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ബാക്കിൽ കൂടി ഹായ് ഹായ് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ ബാക്കി എന്താ പരിപാടി വെച്ചാൽ ബാക്കിയുള്ളവരും കൂടി നമ്മൾ കാത്തുക്കണം. കാരണം ഓലും വരാനുണ്ടല്ലോ. ഓരോരുത്തരായിട്ട് കാത്തുക്കാണ്. നമ്മളിതാ അരുവിയൊക്കെ ഇപ്പൊ കടന്ന് കാട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ടാണെന്നൊന്നും അറിയൂല. നോക്കി നടക്കുക ഇതാ വീണോണ്ട. ഇനി അടുത്ത തേയിലത്തോട്ടത്തിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളും. നമുക്ക് സൗണ്ട് തന്നെ കേൾക്കുന്നുണ്ടോ? നല്ല ഫുള്ള് കാടാണ്. ഞങ്ങളെ കൂടെ ആരും ഇല്ല. ബട്ട് നോക്കി നടക്ക്, അങ്ങോട്ട് പോവന്നെ. അങ്ങനാണല്ലോ. ഇതാ ഞാൻ കണ്ണ് കാണുന്നു. അടിപൊളി പ്ലേസ് എത്തി. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് തിരിച്ചതാ നമ്മളെ റിസോർട്ടിലേക്കായിട്ട് തന്നെ പോവാണ്. ഇനി അടുത്ത പരിപാടി വെച്ചാൽ നൈറ്റ് ഒന്ന് പൂളിൽ കഴിക്കാം.
അങ്ങനെ ഗൈസ് നമ്മളിതാ പൂളിലൊക്കെ കളിച്ച് ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം പൂളിൽ കളിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ക്ഷീണമാവുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ അതാ പൂളിൽ കഴിഞ്ഞ് എണീച്ച് വന്നപ്പോൾ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. പനിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നിച്ചുണ്ട്. അത് ചിലപ്പോൾ നല്ലോണം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് എണീച്ചാലുണ്ടാവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് തണുപ്പൊക്കെ ഫീൽ ചെയ്യില്ല. അതായിരിക്കും. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് ഫുഡ് ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടീംസാരൊക്കെ ഗ്രില്ലും കാര്യമൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് തണുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയേക്കാം. ഇന്നത്തെ നൈറ്റത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളെ ഉപ്പമാരാണ്. അപ്പോൾ അവരിതാ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തണുത്തപ്പോൾ ആ ചൂടത്ത് പോയി കൈയൊക്കെ വെക്കണം. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ വിഷമപ്പോഴേക്കും കൂടി വരാൻ തോന്നിയത് എന്ന്. കാരണം അത്രയും നേരം ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ട്. ടോയിൽ എന്താ ചെയ്യുന്നവരെ പോയി നോക്കിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേൻ്റെ വ്യൂ ആണ് ഇത് കാണുന്നത്. രാവിലെ തന്നെ എണീച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവിടേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളെ റൂമിൽ നിന്ന് ഡയറക്റ്റ് എന്നിട്ട് ഇനി ഒരു രാവിലെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങണം. അപ്പോൾ രാവിലെ ഇതാ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണം വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ ബാക്കി എല്ലാവരും നോക്കിയപ്പോൾ ആരും അപ്പുറത്തെ സൈഡോ ഒന്നുമില്ല. എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തേക്കായിട്ട് കറങ്ങാനോ എന്തൊക്കെ പോയതാണ്. അങ്ങനെ അതാ രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളും പിന്നെ അതേമാതിരി ഉപ്പമാരും എല്ലാവരും കൂടി തന്നെ പൂളിൽ കളിക്കുക. കാരണം എന്നാലും അവർ നൈറ്റ് ആരും കളിച്ചില്ല. കാരണം അവർക്ക് ഇന്നലെ നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. എല്ലാവരും ഇതാ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ താതാ യൂട്യൂബിൽ വരൂലേ സെറ്റല്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങളിതാ ടൂറ് പോയ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാനില്ല കേട്ടോ ആ ഫാമിലി ഫോട്ടോയിൽ ഞാനാണ് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ആ തേയിലത്തോട്ടത്തിലേക്ക് തന്നെ വീണ്ടും പോയി ഞാൻ കുറച്ച് കറങ്ങുന്നൊക്കെ ഫോട്ടോസ് വേറെ എന്തെങ്കിലും പണി വേണ്ട കേസ്. അതാ തിരിച്ച് വരുമ്പോൾ എല്ലാവരും പറയും ഇതെന്തോ ഒരു കഥ ഉള്ള സംഭവങ്ങളൊക്കെ എനിക്കിപ്പോൾ അറിയൂല ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വയനാട് ചുരങ്ങളൊക്കെ കണ്ട് തിരിച്ചതാ അവിടുന്ന് വരികയാണ്. ഇനി അവിടുന്ന് വയനാട് ചുരത്തുനിന്ന് തന്നെ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കണം. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.